എയിംസ് അനുവദിക്കുന്ന വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലുള്ള ഭിന്നതകൾ കടുക്കുകയാണ്. ആലപ്പുഴയിലായിരിക്കണം എയിംസ് എന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. എന്നാൽ പാർട്ടിയുമായി ആലോചിക്കാതെയാണ് സുരേഷ് ഗോപി ഇത്തരമൊരു നിലപാട് എടുത്തത് എന്നത് ഇപ്പോൾ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞു. പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കാതെ, പ്രവർത്തകരോട് ഒരു ഉപദേശവും തേടാതെ ഒറ്റയടിക്ക് സ്വന്തം രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ശൈലി എന്ന ആരോപണം ശക്തമാണ് ഇപ്പോൾ. ഇതോടെ സംസ്ഥാന നേതൃത്വം തന്നെ പ്രതിരോധത്തിലായി. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ എയിംസ് വേണമെന്ന ആവശ്യം മുൻപ് ബി.ജെ.പി. നേതാക്കൾ ശക്തമായി ഉന്നയിച്ചിരുന്നു. പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കാസർഗോഡിനാണ് ആശുപത്രി വേണ്ടതെന്ന പാർട്ടിക്കുള്ളിലെ ഏകാഭിപ്രായം ഉയർന്നപ്പോൾ സുരേഷ് ഗോപിയുടെ ആലപ്പുഴയ്ക്ക് നൽകാമല്ലോ എന്ന നിലപാട് പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഇതുവരെ ഒന്നും നടന്നിട്ടുമില്ല. കഴിഞ്ഞ ബജറ്റിൽ പോലും കേരളത്തിന് ഒരു പ്രത്യേക പദ്ധതിയും കേന്ദ്രം നൽകിയിരുന്നില്ല. ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയില്ലെന്നതിനാലാണ് എയിംസ് അനുവദിക്കാത്തത് എന്ന ന്യായീകരണം പോലും നിലനിൽക്കാത്തതുമാണ്. കാരണം കോഴിക്കോട് കിനാലൂരിൽ 150 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ബാക്കി 50 ഏക്കർ ഉറപ്പാക്കുന്നതിന് സമയമെടുക്കുന്നതാണ്. ഇതിനിടയിൽ കോഴിക്കോട് ഒഴിവാക്കി ആലപ്പുഴ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന ബി.ജെ.പിയെ തന്നെ പ്രതിരോധത്തിലാക്കി. എയിംസ് തിരുവനന്തപുരത്ത് വേണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് രാജീവ് ഇത് ആവശ്യപ്പെട്ടതെങ്കിലും സുരേഷ് ഗോപി വെറും പുച്ഛത്തോടെ അതും തള്ളി. അതേസമയം സംസ്ഥാനത്തിന്റെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന തൃശൂരിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പൊതുവെ ഉയർന്നതും. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇത്തരം കലഹങ്ങളും പരസ്പര വിരുദ്ധമായ നിലപാടുകളും കഴിഞ്ഞ 15 വർഷമായി കേരളത്തെ ഒരു എയിംസ് വാഗ്ദാനത്തിന്റെയും മോഹത്തിന്റെയും കളിസ്ഥലം മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം പ്രവർത്തകരെ നിരാശപ്പെടുത്തുകയും നേതൃത്വത്തെ കുടുക്കുകയും ചെയ്യുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ പോലും കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന ഉറപ്പുപോലും നൽകാനാകാത്ത അവസ്ഥ, ഇത് ബി.ജെ.പിയുടെ പരാജയത്തിന്റെ തെളിവാണ്. കേരളം ഒരുപാട് കാലമായി എയിംസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വലിയ വാഗ്ദാനങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളതും അവസാനം ഒന്നും നടപ്പിലാകാതെ പോയത് ജനങ്ങളെ തന്നെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ നീക്കമായി പോവുകയും ചെയ്തു. സുരേഷ് ഗോപിയും സംസ്ഥാന നേതാക്കളും തമ്മിലുള്ള ഈ കലഹം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വാസ്തവമുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം നൽകുന്നത് എന്നത്. ഈ നാട്ടിൽ പാർട്ടിയുടെയും നേതാക്കളുടെയും താല്പര്യങ്ങൾക്കാണ് മുൻഗണന. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എയിംസ് കേരളത്തിന് ലഭിക്കുമോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. എന്നാൽ ഉറപ്പുള്ളത് സുരേഷ് ഗോപിയുടെയും ബി.ജെ.പി. നേതൃത്വത്തിന്റെയും അനിഷ്ടകരമായ കലഹങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുമെന്നതാണ്. സുരേഷ് ഗോപി എയിംസ് സംബന്ധിച്ച ഈ ഒരു പ്രസ്താവന പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ നടത്തിയതാണ് പ്രധാന പ്രശ്നമായത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഓരോ പ്രഖ്യാപനവും പരിപാടികളും നടത്തുന്നതിലൂടെ പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് സംസ്ഥാന നേതൃത്വം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കഴിഞ്ഞ മാസങ്ങളിൽ സുരേഷ് ഗോപിയുടെ അന്യായമായ ചില നിലപാടുകൾ കാരണം ദേശീയ തലത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ ജില്ലാ നേതാക്കൾക്കെതിരായ പ്രതിഷേധം അടിയന്തരമായി ഉയർന്നിട്ടുമുണ്ട്. കോട്ടയത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള പ്രവർത്തകരും നേതാക്കളും കേരളത്തിലെ പിന്നോക്ക ജില്ലകളിൽ എയിംസ് ആവശ്യമാണ് എന്ന ഉന്നയിച്ചപ്പോൾ സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് മുൻഗണന എന്ന് പറഞ്ഞത് പാർട്ടിയിൽ തർക്കം സൃഷ്ടിച്ചു. കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ എയിംസ് സംബന്ധിച്ച വെളിവില്ലാത്ത ഈ ഒരു പ്രഖ്യാപനങ്ങൾ പ്രവർത്തകരുടെ ആശങ്കകൾ, പാർട്ടി കേന്ദ്ര നിലവിലെ ഭിന്നത എന്നിവ വലിയ രാഷ്ട്രീയ ആഘാതം സൃഷ്ടിക്കാൻ ഇടയുണ്ടാക്കും. ഒരുപക്ഷെ ആലപ്പുഴയ്ക്ക് മുൻഗണന നൽകാനുള്ള നീക്കം കാസർഗോഡ്, കോഴിക്കോട് പ്രവർത്തകരിൽ ആക്രോശം സൃഷ്ടിക്കുകയും പാർട്ടിക്ക് കേന്ദ്രീകരിച്ച തന്ത്രപരമായ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. കഴിഞ്ഞ 15 വർഷം കേരളത്തിൽ എയിംസ് ലഭിക്കുമെന്ന് വർഷം തോറും വാഗ്ദാനം ചെയ്തിട്ടും കാര്യക്ഷമമായ നടപടികൾ ഇല്ലാതിരുന്നത് പ്രവർത്തകരിൽ നിരാശയും പൊതുസമൂഹത്തിൽ ആശങ്കയും സൃഷ്ടിക്കും.
സുരേഷ് ഗോപിയും സംസ്ഥാന നേതാക്കളും തമ്മിലുള്ള ഇത്തരം തർക്കങ്ങൾ പാർട്ടിയുടെ അവബോധത്തിനും സജീവ പ്രവർത്തനങ്ങൾക്കും ഇടവേള നൽകാതെ പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. കേരളം എയിംസ് കിട്ടണമെന്നത് സാങ്കേതിക ആവശ്യത്തിന്റെയും ജനസഖ്യത്തിന്റെയും ആവശ്യമാണ്. എന്നാൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന നേതാക്കൾ തമ്മിൽ തർക്കം സൃഷ്ടിക്കുന്നത് പൊതുസമൂഹത്തിൽ പ്രവർത്തനക്ഷമതയെ തന്നെ അത് ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് സുരേഷ് ഗോപിയെ പോലെ ഒരു മന്ത്രി എന്ന തോന്നൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും.